അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരു ഹല്ലേലൂയ. എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. എല്ലാവരും എഴുന്നേൽക്കുക. ഉടമ്പടി നിയോഗപ്രകാരമുള്ള രോഗസൗഖ്യ പ്രാർത്ഥനയും ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നൽകിയ വചനത്തിന് കർത്താവിനോട് നന്ദി പറയേണ്ട സമയമാണ്. മനസ്സിൽ പറയുക, ഞങ്ങൾക്കും ഈശോ അങ്ങയുടെ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവരായി മാറണം. അങ്ങയുടെ വചനം ഏത് കാലത്തും പിതാവിൻ്റെ ഇഷ്ടമായി പരിശുദ്ധ അമ്മയെപ്പോലെ പാലിച്ച് കർത്താവിൻ്റെ ദാസിയായി തലമുറകൾ തോറും മഹത്വപ്പെടാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഉടമ്പടി തലമുറകൾ തോറും നിന്നെ മഹത്വപ്പെടുത്തും. നിത്യത വരെ ഉടമ്പടി നിന്നെ മഹത്വപ്പെടുത്തും. കാരണം ഉടമ്പടി പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനം നെഞ്ചിലേറ്റ് ജീവിതത്തിൽ സാക്ഷ്യം നൽകുന്നതിലൂടെ നീ വാഗ്ദാന പേടകമായി മാറുന്നു. വാഗ്ദാന പേടകം കാണപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വെളിപാട് പറയും. ഇതാ കർത്താവിൻ്റെ സ്വർഗത്തിലെ ആലയം തുറക്കപ്പെട്ടു, വാഗ്ദാന പേടകം കാണായി എന്ന് കൈയടിച്ച് കർത്താവ് കന്യാമാതാവേ ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ക്യാൻസർ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ത്വക്ക് രോഗികൾ, വിസർപ്പ് രോഗികൾ, പിന്നെ കോമൺ അല്ലാത്ത അസുഖങ്ങൾ. കോമൺ അല്ലാത്ത അസുഖങ്ങളുടെ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? വലിയ കുഴപ്പമാണ്. പൊതുവെ ജനങ്ങൾക്ക് ഇപ്പോൾ 10,000 പേർക്ക് ഒരാൾക്ക് വരിക, 5,000 പേരിൽ ഒരാൾക്ക് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വലിയ ദുരന്തമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കമ്പനിക്കാർ മരുന്ന് ഒന്നാമത്തേൽ റിവൈസിങ് ഉണ്ടാകത്തില്ല, മാർക്കറ്റിംഗ് കുറവായത് കാരണം. പനിയാവല്ലോ ആണെങ്കിൽ പാരസെറ്റമോളുകാർ എല്ലാ കമ്പനിക്കാരും സംസ്ഥാനക്കാരും ഒക്കെ കമ്പനി ഉണ്ടാക്കിയിടും, ചിലവാകും. മറ്റത് അപൂർവം അത് കസ്റ്റമേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോഴും മരുന്ന് കമ്പനിക്കാർ ആ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയും. അപ്പോൾ എന്നാ പറ്റും? തീ വിലയിരിക്കും മരുന്നിന്. അപൂർവ രോഗങ്ങൾക്ക് തീ വില വരാൻ കാരണം അതാ. മരുന്ന് വലിയ ഗുണമില്ലെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല ആവശ്യക്കാരില്ലാത്ത കൊണ്ട്. കാര്യം 10,000 പേർക്ക് ഒരാൾക്കല്ലേ ആ രോഗമുള്ളത്. ഇതുപോലെയൊക്കെ ദുരന്ത രോഗങ്ങളുണ്ട്. അവരിപ്പോഴും അമ്മമാതാവ് നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ രോഗികൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായാൽ മതി. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മയോട് പറയണം, അമ്മേ ഇന്ന ഇന്ന രോഗികൾ അപൂർവ രോഗമാണെന്നാണ് എന്നോട് പറഞ്ഞിരിക്കണത്. ഞാൻ ഉടമ്പടി ചെയ്ത് വാഗ്ദാന പേടകമാണെന്ന് അച്ഛനിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ വചനം പാലിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൽ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രോഗിയുടെ മേൽ ഇപ്പോഴമ്മ സഞ്ചാരി മാതാവേ സഞ്ചരിച്ചെത്തി സൗഖ്യം നൽകണമേ. ഈശോയ്ക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അപ്പോൾ ദുരന്ത രോഗികൾ അപൂർവ രോഗികൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി
കർത്താവേ. കർത്താവേ, അപൂർവ രോഗികളെ സ്പർശിക്കണമേ. കർത്താവെ, അപൂർവ രോഗികളെ സ്പർശിക്കണമേ. അങ്ങനെ അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അപൂർവ രോഗികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ക്യാൻസർ രോഗികളെ ഈശോ, തൈറോയ്ഡ് രോഗികളെ ഈശോ, ഉദര രോഗികളെ യേശു ക്രിസ്തു നാമത്തിൽ, കരൾ രോഗികളെ, കിഡ്നി രോഗികളെ സൗഖ്യം പ്രാപിക്കണം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിടുതൽ പ്രാപിക്കുന്നൊരു മേഖലയാണ്. കാര്യം ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്ഥിരമായ ജോലി കിട്ടിയ കുടുംബം നിലനിന്ന് പോകും. അതുകൊണ്ട് ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ സാമ്പത്തിക സ്വസ്ഥത, വരുമാന മാർഗങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോ, ഈശോ, എല്ലാ ജോലി ഇല്ലാത്തവര്, വരുമാനം ഇല്ലാത്തവര്, ജീവിതമാർഗം മുട്ടിയവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലിക്ക് ശമ്പളമില്ലാത്തവര്, പെൻഷൻകാര്, ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ജോലി മൂലം സമാധാനം നഷ്ടപ്പെട്ടവർ എല്ലാം ഈ നിമിഷം അടയാളം പറയാൻ കർത്താവ് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഈ ശുശ്രൂഷ ഏത് സമയത്തും, ഇപ്പോഴും ഏത് സമയത്തും യൂട്യൂബിലൂടെയും മറ്റ് ഫേസ്ബുക്കിലൂടെയൊക്കെ പങ്കെടുക്കുന്നവരെയും ഇപ്പോഴ് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ഇപ്പോഴും ഈശോ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഇപ്പോൾ തന്നിരിക്കുന്ന 2 സന്ദേശപ്രകാരമാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇപ്പോഴും സന്ദേശപ്രകാരമാണ് 3-ാമത്തെ കാര്യം വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. 3-ാമത്തെ സന്ദേശം എന്താണെന്നറിയാവോ? ഈ ചെറുകിട വ്യാപാര ശാലകൾ, വ്യവസായ ഉൽപാദന കേന്ദ്രങ്ങൾ, ഇപ്പം ചില ഫാക്ടറിയെല്ലാം അടഞ്ഞു പോയിട്ടില്ലേ? അപ്പം അതിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ തന്നെ ചെയ്യുന്ന ലോണെടുത്ത് ചെയ്ത ചില ഫാക്ടറികൾ, ചില ഉൽപാദന കേന്ദ്രങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒക്കെ അതിലൊക്കെ കടമായി വന്നിട്ടില്ലേ? ഇങ്ങനെ വീണ് പോയിട്ടുള്ള ഉൽപാദന കേന്ദ്രങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരങ്ങളും കരുണയും കിട്ടാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ സഹായിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് ആവശ്യിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയണം കർത്താവേ. ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായം ലഭിച്ചതിന് കർത്താവ് യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഗോകുല കൃഷ്ണൻ. ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. ഞാൻ 4 വർഷത്തിന് മുന്നേ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഞാൻ ജർമ്മനിയിൽ
മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻഷ്യൽ മാത്താണ് പഠിക്കുന്നത്. അപ്പം 2021 ജാനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിവിടെ വന്നിട്ട് 6 കാര്യങ്ങൾ വെച്ചതിന് കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജർമ്മനി പോകണം, അവിടെ പോയി മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ 2021 തന്നെ ജർമ്മനി പോയി ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ജർമ്മനി തന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചിരുന്നത്. കാര്യം ജർമ്മനി പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ പാർട്ട് ടൈമും ചെയ്യും, അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സും പഠിക്കും. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഓരോ ആമസോൺ അങ്ങനെ കുറച്ചുകൂടി കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വട്ടം വർക്കിന് പോകുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു ഫ്യൂച്ചറുള്ള ജോബല്ല ഇത്, നാളെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടിയേ പറ്റൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് കഴിഞ്ഞ വർഷം വീണ്ടും അപ്ലൈ ചെയ്തു. അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ജർമ്മനി ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ 2 എക്സാംസ് ഉണ്ട്, മസ്റ്റായിട്ട് എഴുതേണ്ട എക്സാംസാണ്. അത് പാസ്സായാൽ മാത്രമേ നമുക്കവിടെ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ജർമ്മനിയിലെ സ്കെയിൽ എന്ന് വെച്ചാൽ 1 to 5 ആണ്. 5 എന്ന് വെച്ചാൽ ഫെയിലായെന്നും 1 എന്ന് വെച്ചാൽ ഹയസ്റ്റ് സ്കോർ എന്നുമാണ്. അപ്പം ഞാൻ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഞാൻ ഫെയിൽ ആവുമായിരുന്നു. എല്ലാത്തിനും എനിക്ക് 5 ആയിരുന്നു. എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതിയ തോക്കുമായിരുന്നു. എപ്പോഴും എക്സാം എഴുതുന്നു, കരച്ചിൽ, എനിക്ക് ജർമ്മനി പറ്റത്തില്ല, എനിക്ക് തിരിച്ചു പോകണം, ആ ഒരു കണ്ടീഷനായിരുന്നു. ആ ഒരു ഇടയ്ക്ക് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തെങ്കിലും ജർമ്മനി ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ഉഴപ്പായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി നോക്കത്തില്ലായിരുന്നു, ഫ്രണ്ട്സ് ഭയങ്കര ചില്ലിങ്, ഭയങ്കര വൈബ്, ആ ഒരു രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി 2ാമത് പുതുക്കിയിട്ട് എക്സാംസ് എഴുതാൻ പോയി. പിന്നെ എഴുതിയ എക്സാംസിനൊക്കെ ഭയങ്കര ടോപ്പായിരുന്നു. എനിക്കായിരുന്നു എന്താ പറയുക, ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നിടത്ത് ഞാൻ എഴുതിയ എല്ലാ എക്സാംസിനും 95% എബോവ് ആയിരുന്നു. അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മാത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഫെയിലായി. ഡിപ്പാർട്ട്മെൻറ്റിൽ ഫെയിലായൊരു രീതിയിൽ അറിഞ്ഞിരുന്ന ഞാൻ ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാവുന്ന അത്രയും രീതിയിൽ കർത്താവിനെ ഉയർത്തി. കാര്യം ഓരോ വട്ടം എക്സാംസിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ 3 ദിവസത്തിന് ശേഷം നിന്നെ ഉയർത്തിയ കർത്താവ് ഈ പരീക്ഷയ്ക്ക് തോറ്റുപോയ എന്നെ ഉയർത്താൻ സാധിക്കില്ലേ, നീ ഉയർത്തുമ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കാശുരൂപം കൈപ്പിടിച്ചിട്ട് ഞാൻ എക്സാംസിന് വീണ്ടും പ്രത്യാശയോടുകൂടി പോയി എക്സാംസ് എഴുതി. പിന്നെ എഴുതി ഓരോ എക്സാംസിനും എനിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാ എക്സാംസിനും ഞാൻ തന്നെ ആയിരുന്നു ടോപ്പ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ജോബിനൊക്കെ റിജക്ഷൻ ആയിരുന്നു. കാര്യം ജർമ്മൻ ലാംഗ്വേജ് എനിക്കറിയില്ല, ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്, പ്രൊഫസേഴ്സ് എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല, ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം ഒരു ജർമ്മൻ കൺട്രി ആയതുകൊണ്ട് അവിടുത്തെ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് എനിക്ക് ജോബ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഓരോ ആപ്ലിക്കേഷൻസിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ എണ്ണ കുരിശ് വരച്ച് അങ്ങനെ ഓരോ ജോബിനും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ഫ്രണ്ട്സ് പറയുമായിരുന്നു, നിനക്ക് പെട്ടെന്ന് കിട്ടില്ല, മിനിമം ഒരു 6 months എങ്കിലും വേണം നമുക്കൊരു ഇൻറ്റേൺഷിപ്പോ ജോബോ ജർമ്മനിയിലൊക്കെ കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തിനാണ് 6 മാസത്തിൻ്റെ ആവശ്യം? കർത്താവ് യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് എനിക്ക് 6 മാസം നീട്ടിത്തരണം? 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജോബ് തന്നൂടാ? ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, 6 മാസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ 1.5 കൊല്ലം കഴിഞ്ഞു, എനിക്ക് എന്താണെങ്കിലും 1 മാസത്തിനുള്ളിൽ ജോബ് കിട്ടിയേ പറ്റൂ എന്ന വിശ്വാസത്തോടു കൂടി ഉപവാസം എടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കമ്പനിയിൽ എനിക്ക് ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് 8 months ആയി. റിമോട്ടായിട്ട് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനാൻസ് അനലിസ്റ്റായിട്ട് ജോബ് കിട്ടി. അങ്ങനെ ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഓരോ വട്ടം ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ച കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് അഖണ്ഡ ജപമാല കൂടണം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് 7-ാം തീയതി ആയിരുന്നു എൻ്റെ തീസിസിൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷേ കുറച്ച് ടഫായിട്ട് ടോപ്പിക്കായിരുന്നു. ഞാൻ പഠിച്ചത് മാത്സ് ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീൽഡായിരുന്നു, ഈ ഇമേജ് സൂപ്പർ റെസൊല്യൂഷൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു ടാസ്ക്. കോഡിങ്ങും അത്ര എനിക്കറിയില്ല, പൈത്തണും കുറച്ചുകൂടി ബാക്കിലോട്ടാണ്. അതുകൊണ്ട് അവർ തന്ന ഡെഡ് ലൈനിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് 7th എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് 21st വെച്ചു.
അപ്പോൾ എനിക്ക് മനസ്സിലായി 21 സബ്മിറ്റ് ചെയ്തിട്ട് എന്തായാലും 25 തീയതിയിലുള്ള അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കാര്യം നമ്മൾ ഫോറിനിൽ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം നാട്ടിൽ വന്ന് കുറേ ഫുഡ് കഴിക്കണം, കുറേ ഫ്രണ്ട്സിനെ കാണണം, നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതായിരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, നാട്ടിൽ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും മാതാവേ, നിൻ്റെ അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമേ, ആ ഒരു കരുണ നീ എന്നോട് കാണിക്കണമേ, നിൻ്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 21 തീയതിയിലായിരുന്നു എൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷെ ഒരു 15 തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു. പക്ഷെ ടിക്കറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം എനിക്ക് വരണമെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണോ, ദൈവഹിതമാണോ, ദൈവ പദ്ധതിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ടഫായ രീതി മാതാവിനോട് പറഞ്ഞു, എങ്ങനെ പോയാലും ടിക്കറ്റിന് ഒരു 19,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, പക്ഷേ ഞാനൊരു 30,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും മാതാവിൻ്റെ ഹിതമാണ് ഞാൻ വരണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ ഒന്നും റേറ്റ് കുറവില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ പോണ്ടാന്ന്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ടിക്കറ്റ് റേറ്റ് കുറഞ്ഞു. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും അവിടെ ജർമ്മനിയിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അവളും നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അവളും ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ആളാണ്. അപ്പോഴത്തേക്ക് അവളും ഞാനും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. 25 തീയതി രാത്രി ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ വേണ്ടി എല്ലാം തയ്യാറായി കിടന്നു. പിറ്റേ ദിവസം എണീറ്റപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര വയ്യാഴ്മയായിരുന്നു. അവൾക്ക് ജപമാലയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് വരാൻ പറ്റി. രാവിലെ ഞാനിവിടെ എത്തി, അഖണ്ഡ ജപമാലയ്ക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൻറ്റിമാരും കുറേ ചേച്ചിമാരും ഒക്കെ ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിപ്പോകും. അപ്പോൾ എൻ്റെ വിചാരം ജപമാലയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓടി പോകണം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു മണിക്കൂർ ജോസഫ് അച്ഛനൊക്കെ മുന്നിൽ കാണുമെങ്കിൽ പിന്നെ അവിടെ പോയി മാതാവിനെ തൊട്ടുമുത്താം എന്ന് വെച്ച് സ്പീഡിൽ നടന്ന് പോവാം. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും സ്പീഡ് നടന്നിട്ട് കാര്യമില്ല, എത്തിപ്പെടത്തില്ല. എനിക്ക് തന്നെ ഭയങ്കര ഗിൽറ്റ് തോന്നി. ഞാൻ മാതാവിൻ്റെ അടുത്ത് അഖണ്ഡ ജപമാലയ്ക്ക് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കൊന്ത പോലും ചൊല്ലാതെ ഞാനിങ്ങനെ പരേഡിന് പോകുന്ന പോലെ ഇത്രയും സ്പീഡിൽ പോകുന്ന എന്തിനാന്നുള്ളൊരു വിഷമം തോന്നിയിട്ട് പിന്നെ ഞാൻ ആരുടെയും കൂടെ ഓടാൻ നിന്നില്ല. ഞാൻ പിന്നെ പതിയെ ജപമാല എത്തിച്ച് പതിയെ ഓരോ ജപമാലയും മാതാവിനോട് ആത്മാർത്ഥമായി എത്തിച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവ് ഇത് ഭയങ്കര ചൂടാണ്, പക്ഷെ കുഴപ്പമില്ല, എൻ്റെ പൂർവികരായ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചുകൊള്ളുകയാണ്, അവർക്ക് നീ മോചനം നൽകണമേ, ഈ ചൂടും ഈ കഷ്ടപ്പാട് ഞാൻ സഹിച്ചോളാം. അങ്ങനെ ജപമാല എത്തിച്ച് മാതാവിൻ്റെ അടുത്തെത്തി. തിരിച്ചു പോകാൻ സമയത്ത് ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ച് നടന്നു. അപ്പോൾ തിരിച്ച് നടന്ന് ഞാൻ പറഞ്ഞു ഇതും കുഴപ്പമില്ല, ഞാൻ തിരിച്ച് ആലപ്പുഴ വരെ നടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു പരാതിയുമില്ല മാതാവേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇനി നാളെ ഒരു ഫുൾ ടൈം ജോബ് കിട്ടുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് കർത്താവേ നിന്നിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കണമേ, നിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായി ദാസിയാക്കി എന്നെ മാറ്റണമേ, അങ്ങനെ തന്നെ ആയിരുന്നു പ്രാർത്ഥിച്ചത്. അങ്ങനെ തിരിച്ച് അവിടുത്തെ ചർച്ചിൽ നിന്ന് വീണ്ടും ആലപ്പുഴയ്ക്കൊരു എനിക്ക് എത്ര കിലോമീറ്റർ എന്നറിയില്ല, വീണ്ടും തിരിച്ച് ജപമാല ചൊല്ലി തിരിച്ച് വരുന്ന വഴിക്കും ചൊല്ലിയാൽ നടന്നു വന്നത്. പിന്നെ ഒരു ബസ് കിട്ടി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് കുറേ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ രാത്രി 9 മണിക്കാണ് ബ്ലോക്കായിട്ട് എത്തിയത്. അപ്പോൾ ഞാൻ ആലോചിച്ച് തിരിച്ച് നടന്നിട്ടാണെങ്കിലും ഞാൻ വീട്ടിലൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ പദ്ധതിയല്ല കർത്താവേ നിൻ്റെ പദ്ധതി നടപ്പാകട്ടെ എന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആത്മീയമായി എത്രത്തോളം എനിക്ക് വളരാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ്. ഇന്ന് ഞാനിപ്പോൾ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് 6 കാര്യങ്ങൾ എഴുതണം, പക്ഷേ എനിക്ക് എഴുതാനൊന്നുമില്ല. കാര്യം തന്ന കർത്താവിന് വയറ് നിറയ്ക്കാൻ അറിയാം. ഞാൻ എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ഞാൻ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എനിക്കറിയാം നാളെ എനിക്കൊരു ജോബോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്താണോ എനിക്ക് വേണ്ടതെന്നുള്ളത് കർത്താവിന് വലിയൊരു പദ്ധതി എൻ്റെ മുകളിലുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇത് പഠിക്കണം ഇത് ചെയ്യണം എന്നൊക്കെ ചെയ്ത് വെക്കും. പക്ഷെ ദൈവം അതിലും മുകളിലുള്ള വലിയ കാര്യങ്ങളായിരിക്കും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 6 കാര്യങ്ങൾ എന്ത് എഴുതണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ പിന്നെ ഒരു 3-4 കാര്യം എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതിയത്. അതുപോലെ ജർമ്മനി നിൽക്കുമ്പം ഭയങ്കര ടെംപ്റ്റേഷൻസാണ്. കാര്യം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമ്മുടെ കൂടെ ഫാമിലി ഒന്നുമില്ല. അപ്പം ഞാൻ കൂടുതലും കർത്താവിനോട് പറയും കർത്താവ് ഇതെൻ്റെ കൊച്ചു പ്രായമാണ്, എനിക്ക് 10-25 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്കിപ്പം വേറെ ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതലും കർത്താവിലേക്ക് അടുക്കാൻ വേണ്ടി എൻ്റെ ഈ ഒരു യൂത്ത് തയ്ത്തായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിച്ചുകൊള്ളുവാണ്. കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കണം.
എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞ് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഓരോ ദിവസവും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ ജർമ്മനിയിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഹോളി മാസിന് കൂടാറുണ്ട്. അപ്പം അവിടെയുള്ള ക്രിസ്ത്യൻസ് എപ്പോഴും എന്നോട് പറയും, നീ ഹിന്ദുവാണ്, നിൻ്റെ ഈ വിശ്വാസവും നിൻ്റെ ഈ പ്രാർത്ഥന കാണുമ്പം അവർക്ക് തന്നെ അത്ഭുതം തോന്നും, അവരൊന്നും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അവർ പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒന്നുമില്ലെങ്കിലും കർത്താവ് എന്നെ തിരഞ്ഞെടുത്തല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വന്നിട്ട് ഓരോ വീടുകളിലും കൊണ്ട് പത്രം കൊടുത്തു. കൂടുതലും ഹിന്ദുസിൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത്. എൻ്റെ ഇൻറ്റൻഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദൈവമായ സത്യക്രിസ്തുവിനെ അവരും അറിയണം, അവരും അതിൽ വിശ്വസിക്കണം, അവരും രക്ഷ പ്രാപിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഓരോ വീട്ടിലും കൊണ്ട് ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറിയുടെ 10% ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കാറുണ്ട്. ഒരു 10,000 രൂപ അടുപ്പിച്ച് എല്ലാ മാസവും ഞാൻ കാരുണ്യ പ്രവൃത്തിക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. ചില മാസങ്ങളിൽ ചിലപ്പം ഹോളി മാസം ആയിരിക്കും ചെയ്യുക. ഒരു ഹോളി മാസം 250 രൂപ അങ്ങനെ കണ്ട. അപ്പം ഒരാഴ്ച 2 ഹോളി മാസ് വെച്ച് ചിലപ്പം ഒരു വർഷത്തെ മുഴുവൻ ചെയ്യും. അല്ലെങ്കിൽ പൈസ മാറ്റി വെച്ചിട്ട് നാട്ടിൽ വരുമ്പം ഈ പാവപ്പെട്ട കുറേ ആൾക്കാരെ നമ്മൾ കാണുമല്ലോ, അവർക്ക് എപ്പോഴും പൈസയായിട്ട് കൊടുക്കും. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ചേച്ചി ഹസ്ബൻഡ് മരിച്ചുപോയി, വിധവയായി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലും പൈസയായിട്ടായിരിക്കും ഹെൽപ്പ്. അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു സംഭവം, ഞാൻ മാതാവിനോട് എപ്പോഴും ചോദിക്കും, മാതാവേ, നിൻ്റെ സ്വന്തം പുത്രൻ ഇങ്ങനെ മരിച്ചു കിടന്നപ്പം നിനക്ക് കർത്താവിനോട് ഒരു പരാതി പോലും പറയാതെ ഇങ്ങനെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസിയായിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചു? എനിക്കിത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. എനിക്കാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും എൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുമ്പം എന്നിട്ടും കർത്താവിലേക്ക് വിശ്വസിക്കാൻ എനിക്കൊരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് മാതാവ് നിനക്ക് ഇത്രയും ശാന്തമായിരിക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ ജർമ്മനിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കുടിച്ചിട്ട് ഭയങ്കര ഫിറ്റായിട്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. അച്ഛന് ഞാൻ നാട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട അച്ഛൻ എങ്ങനെ തോന്നി കുടിച്ചിട്ടിങ്ങനെ. അച്ഛൻ ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എന്നാലും അച്ഛൻ കുടിച്ചിട്ട് വന്ന് നിന്നപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചകൾ ജോസഫ് അച്ഛൻ്റെ മോർണിംഗ് പ്രേയറിൽ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ആദ്യം നിങ്ങൾ ജോർദാനിലായിരിക്കും, പതിയെ നിങ്ങൾ മരുഭൂമിയിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും, കുറച്ചുകൂടി വീക്കാവും, പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കും. ശരിക്കും ആ ഒരു ലൈഫായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛൻ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ ജർമ്മനി നാട്ടിൽ വന്നെങ്കിലും ഒരാഴ്ച 2 ആഴ്ചയോളം വീട്ടിൽ ഇരുന്ന് കരച്ചിൽ തന്നെ ആയിരുന്നു. കാര്യം അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പം ലീവിന് വന്നതല്ലേ, എന്നിട്ടും കർത്താവിനോട് ഒരു വാക്കുപോലും പരാതി ഞാൻ പറഞ്ഞില്ല. കർത്താവ്, ഞാൻ ലീവിന് വന്നതല്ലയോ. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് പരിശുദ്ധ അമ്മ മാതാവ് എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒത്തിരി കർത്താവിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വലിയ കൃപ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വഴി എനിക്ക് കിട്ടി. അതുപോലെ ഏത് പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ ലാപ്ടോപ്പൊക്കെ ഫുൾ ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടുകൊണ്ടിരിക്കും. എൻ്റെ അച്ഛൻ ഹിന്ദുവാണ്, അമ്മയും ഹിന്ദുവാണ്. അമ്മ വിശ്വാസിയാണ്, അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ അച്ഛൻ അത്ര വിശ്വാസിയല്ല. അപ്പം ഞാൻ പള്ളിയിൽ പോവുകയാണെങ്കിലും ഹോളി മാസിന് പോവുകയാണെങ്കിലും അച്ഛൻ എപ്പോഴും പറഞ്ഞു, നീ എന്തിനാണ് എപ്പോഴും പള്ളിയിൽ പോകുന്നത്, എപ്പോഴും പോകുന്നത്, എല്ലാ ദൈവവും ഒരുപോലല്ലേ, അങ്ങനെയൊക്കെ അച്ഛൻ പറയും. അപ്പം ഞാൻ കർത്താവിനോട് പക്ഷെ എനിക്ക് പരാതി പറയാൻ തോന്നിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം അടിച്ചുറപ്പിച്ച രീതിയിൽ കർത്താവ് തന്നതിൽ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പം അടുത്ത ഓരോ വർഷം കൂടുന്തോറും ഓരോ ന്യൂ ഇയർ ആകുമ്പം താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ രാത്രി 12 മണിക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നൊരു സംഭവമുണ്ട്. കഴിഞ്ഞ വർഷം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ വർഷവും ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് കൂടുതൽ നന്ദി പറയാനേ ഉള്ളൂ. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ, ഈ വർഷം ന്യൂ ഇയറിന് അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ഞാൻ നിന്നോട് കൂടുതൽ അടുത്തു എന്ന് എനിക്ക് പറയത്തക്ക വിധം കുറേ അനുഭവങ്ങൾ തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ തന്നതിനും നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വന്ന് പറയും മുന്നേ ഞാൻ ആലോചിച്ച് എന്ത് ഞാൻ പറയും, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഓരോ ചേച്ചിമാർ പേപ്പറിലൊക്കെ എന്ത് പറയണ്ടേന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല, എന്താ അവിടെ പോയി പറയാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നീ എന്താണ് പറയേണ്ടതെന്നുള്ളത് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് ജ്ഞാനം തരും.
അതുകൊണ്ട് നീ ഒട്ടും എന്താ പറയുക ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഞാൻ എന്താ പറയുക എൻ്റേതായ രീതിയിൽ കുഞ്ഞു പ്രേയേഴ്സ് എഴുതിയിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പിൽ ഞാൻ അയക്കാറുണ്ട്. അതുപോലെ ഞാൻ എഴുതിയൊരു പ്രേയറാണിത്. ഓ മൈ ഗോഡ്, as you loved your beloved son Jesus, as you loved your David, as you loved Abraham, please love us and let us unfit for the world, let us fit for your plans. And sometimes we are too late for our works, but we never ever be late to praise you or worship you. Amen. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഷിജി. ഇതെൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK-യിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നേരിട്ട് ഇങ്ങോട്ട് വന്നത് ഈ സാക്ഷ്യം പറയാനും നാളെ നടക്കുന്ന ജപമാല റാലിയിൽ പങ്കെടുക്കാനാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16/3/2024 ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് 17 വർഷം മുൻപ് മരിച്ചുപോയി. ഞാനും മോനും മാത്രമേ ഉള്ളത്. അപ്പോൾ അവന് +2 കഴിഞ്ഞിട്ട് അവൻ്റെ യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. +2 കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ അവന് അഡ്മിഷന് വേണ്ടി നോക്കിയായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. പിന്നെ ശേഷം ഞാൻ മോനും കൂട്ടി UK-ക്ക് തിരിച്ചു പോയി. പക്ഷെ നമുക്ക് എങ്ങനെയാണ് അവിടെ മെഡിസിൻ അഡ്മിഷൻ കിട്ടേണ്ടതെന്ന് നമുക്കൊരു ഗൈഡൻസ് തരാനോ നമുക്ക് ആരുമില്ല. കാരണം ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. അതിന് ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് എഴുതാനുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഞാൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു അമ്മയുടെ ഒരു പ്രസൻസും ഒരു ഫീലിങ്സും നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് എക്സാംസ് എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് അമ്മ മാതാവ് പറഞ്ഞു തന്നു. പല ആൾക്കാർ ത്രൂ എക്സാംസ് എൻ്റെ മോൻ എഴുതി. അതിന് നല്ല മാർക്ക് അവന് കിട്ടി. അത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്. കാരണം അവിടെ +2 കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം. അതല്ലെങ്കിൽ നമുക്കത് ലാപ്സായി പോവും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റിൽ മാതാവ് എല്ലാ എക്സാമിലും മോന് നല്ല മാർക്ക് നൽകി. അവൻ അവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, വെരി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹോം ഫീസിൽ തന്നെ അവിടെ അഡ്മിഷന് മോന് തന്നു. ഇൻ്റർനാഷണലൊക്കെയാണ് ഫീസ് വരുമെങ്കിൽ അത് ഒത്തിരി ഫീസാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എനിക്കതെല്ലാം അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണത്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. മോൻ എക്സാമിന് പോണ സമയത്ത്, ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ അവിടെ ചെന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത്, ബിൽഡിങ്ങിന് പുറത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചു. അങ്ങനെ മോന് ആ അഡ്മിഷൻ കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. മോൻ ഇവിടെ വന്നായിരുന്നു 2 മാസം മുൻപ്. അവന് ഫ്രീ ലീവ് കിട്ടിയപ്പോൾ ഞാനും മോൻ ഇവിടെ വന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷെ അന്ന് തിരക്ക് പിടിച്ച് വന്നുകൊണ്ട് ഞാൻ ഉടമ്പടി പത്രം എടുത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് അന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കാതിരുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പച്ചന് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. 3-4 കൊല്ലമായിട്ട് അപ്പച്ചന് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖമുണ്ട്. നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, സർജറി നടത്താൻ പറ്റിയില്ല. കാരണം അപ്പന് 80 വയസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ശക്തമായിട്ട് മാതാവിന് പ്രാർത്ഥിച്ച് ഒരുപാട് കൊന്തകൾ ചൊല്ലി രാത്രിയും പകലൊക്കെയും അതിൻ്റെ ഫലമായിട്ട് അപ്പന് അത് മെഡിസിൻ കഴിച്ച് മാറുന്ന തരത്തിലാക്കി മാതാവ് ആ അസുഖം ഭേദപ്പെടുത്തി തന്നു. അമ്മയ്ക്കും തിരുക്കാരും കൊടാനും കൂടി നന്ദി. 3ാമത്തെ സാക്ഷി ഞാനിവിടെ വയ്ക്കാത്തതാണ്. ഞാൻ 22 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. ഹസ്ബൻഡ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ എൻ്റെ റെൻറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അമ്മോട് ഞാൻ ചോദിച്ചില്ല, എന്നാലും കൂടെ തന്നെ അമ്മ ഒരു നമുക്ക് സ്വന്തമായിട്ട് ഒരു നല്ലൊരു വീട് തന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ എവിടെ പോകുമ്പോഴും കൊന്ത ചെല്ലിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീട് കാണാൻ പോയപ്പോൾ ആ വീടിന് ഗേറ്റിൽ മാതാവ് കൊന്ത തൂങ്ങി കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു അടയാളമായിട്ട് ഞാനവിടെ ഇതൊക്കെയും ഈ കൊന്ത ഒരു ഗേറ്റിൽ കാണുന്ന അവിടുത്തെ വീടുകളിലൊക്കെയും വളരെ അസാധാരണ, അവിടെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇത്രയും വർഷമായിട്ട്. പക്ഷേ ആ കൊന്ത കണ്ടപ്പോൾ എനിക്ക് ഒരു വിശ്വാസമായി, മാതാവ് ആ വീട് ഞങ്ങൾക്കാണ് തരുന്നത്. അങ്ങനെ ആ വീട് നമുക്ക് സ്വന്തമായിട്ട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. 4ാമത്തെ എൻ്റെ സാക്ഷ്യം, ഞങ്ങൾക്ക് നാട്ടിൽ കടമുറിയുണ്ട്. അവിടെ വാടകക്കാർ റെഗുലറായിട്ട് നമുക്ക് റെൻറ്റ് തരാറുണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചാൽ അങ്ങനെ പല എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ റെൻറ്റ് തരാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് അവർ റൂം വെക്കേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോയി. പിന്നെ നമുക്ക് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് നല്ല വിലയ്ക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് അത് നമുക്ക് വിൽക്കാനും സാധിച്ചു.
പിന്നെ ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നമുക്ക് തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് മരിച്ച അന്ന് മുതൽ എനിക്ക് ഒരുപാട് പേടിയായിരുന്നു. കാരണം ഞാനും മോൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് എപ്പോഴും ടെൻഷനാണ്. നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എപ്പോഴും പക്ഷേ ഞാനിപ്പോഴും മാതാവിനോട് ഉടമ്പടി എടുത്ത ഫലമായിട്ട് മാതാവിനോട് സംസാരിക്കാനും എനിക്ക് എങ്ങനെ മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഒരു ഗൈഡൻസും ഒരു സപ്പോർട്ടും നമുക്ക് എപ്പോഴും എൻ്റെ കൊച്ചു കൊച്ചു കാര്യത്തിലാണെങ്കിൽ പോലും മാതാവ് നമ്മുടെ കൂടെ ഉള്ള ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടാറുണ്ട്. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മകൻ അതുപോലെ തന്നെ ഞാൻ കാലത്ത് എണീക്കുമ്പോൾ ഞാനും മകനും കൂടെ കാലത്ത് പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലാറുണ്ട്. അവന് സാക്ഷ്യങ്ങൾ റെഗുലറായിട്ട് അവനും അയച്ചു കൊടുക്കാറുണ്ട്. അവന് പരിചയമുള്ളവർക്ക് വാട്സപ്പ് വഴി അയക്കാറുണ്ട്. വൈകുന്നേരം ഈവനിങ് പ്രയറും അവൻ കൂടാറുണ്ട്. ഇവിടെ നാട്ടിൽ വരുമ്പോൾ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാനൊരു നേഴ്സാണ്. അപ്പോൾ പേഷ്യൻസിനോട് നന്നായിട്ട് പെരുമാറാനും എത്ര സ്ട്രെസ് ആണെങ്കിലും അവരെ കേൾക്കാനും അവരോട് ക്ഷമയോടുകൂടി പെരുമാറാനും സാധിക്കാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീടിനടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെ പോയിട്ട് അവരെ കാണാനും അവരെ മുറികളൊക്കെയും ക്ലീൻ ചെയ്യാനും കൂടാറുണ്ട്. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇംഗ്ലീഷും മലയാളം പത്രങ്ങൾ വാങ്ങിക്കും. അവിടെ പോയിട്ട് അവിടെയുള്ള മലയാളികൾക്ക് എല്ലാം ഇത് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി കൊടുക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷുകാർക്ക് ഇത് മിറാക്കിൾ ന്യൂസ് പേപ്പർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിനെ കുറിച്ച് പറഞ്ഞ് ഈ ന്യൂസ് പേപ്പർ ഇത് പത്രം കൊടുക്കാറുണ്ട്. വിശേഷവിധമായിട്ട് അച്ഛൻ പറയുന്ന പോലെ ചെയ്യുന്നത് ഇപ്പോൾ കൊന്തമാസമാണ്. ഞാൻ മാതാവിൻ്റെ റോസറി പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ വീടുകളും അവിടെയുള്ള എല്ലാ വീട്ടിലും ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഞാൻ മരിയൻ മിഷനറിയാണ് എന്ന് പറഞ്ഞ് റോസറിനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയും തിരുക്കുവാനും അതിന് എനിക്ക് വേണ്ടി എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുവാരനും കോടാനുകൂടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് വളരെയധികം കാര്യങ്ങൾ നടന്നു കിട്ടിയത്. എനിക്ക് ഓപ്പറേഷൻ കൂടാതെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ രോഗം മാറാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായി ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടേക്ക് വരാനായിട്ട് അനേകം മക്കൾക്ക് വേണ്ടി ഞാൻ സ്ഥിരമായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അവർ മാതാവിൻ്റെ വിശ്വാസത്തിൽ അനുഗ്രഹത്തിൽ ലാഭിച്ചുകൊണ്ട് നല്ലവരായി ലഭിക്കാൻ അവർക്കതിന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇട തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.